ഐഡിയാസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു വാട്ടർമെലൺ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും തയ്യാറാക്കിയിട്ട് എടുക്കും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ഈ ഒരു ചൂട് സമയത്തും പിന്നെ നോമ്പ് തുറയുടെ സമയത്തൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുകയാണ്. ഇനി ഞാനിവിടെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പകുതി വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ മുഴുവനായിട്ടും എടുക്കണില്ല കേട്ടോ. അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമാണ് എടുക്കുന്നത്. തണ്ണിമത്തൻ ഞാനിവിടെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ തണുപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതുപോലെ സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കുമോ, അതല്ലെങ്കിൽ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 ഭാഗത്തോളം ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക, അതല്ലെങ്കിൽ തൈ വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി കേട്ടോ. മിക്സിയിലൊന്നും ഇട്ടിട്ടൊന്നും അരച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ ഒത്തിരി ഇങ്ങനെ അരഞ്ഞു പോകും. ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്ന സമയത്ത് വാട്ടർമെലൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനൊക്കെ ആയിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം അതൊന്ന് ഉടച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലുള്ള ആ ഒരു കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതിലത്തെ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 1-2 അവിടെയൊക്കെ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം മധുരമാണ് വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സാക്കി കൂടെ കൊടുക്കണം കേട്ടോ. ഈ ഒരു പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഞാനൊരു 2-3 ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ഡ്രിങ്കിന്. അപ്പോൾ ഏലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പാൽ ഞാനിവിടെ നല്ലോണം തിളപ്പിച്ചെടുത്തതിന് ശേഷം തണുപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. പച്ചപ്പാലൊന്നും എടുക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്കസ് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഞാൻ നല്ലൊരു കളർ കിട്ടാനും വേണ്ടിയിട്ട് സ്ട്രോബെറിയുടെ മിക്സ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-3 തുള്ളി ഇതിലേക്ക് ഒന്ന് ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താലും മതി കേട്ടോ. പിന്നെ ഇത് ചേർക്കണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ഇറ്റിച്ച് കൊടുക്കുക. ഒരുപാടായിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്കിന് ഉണ്ടാവുക. നമ്മൾ വാട്ടർമെലനൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതല്ല. അപ്പോൾ വാട്ടർമെലൻ്റെ ആ ഒരു ഫ്ലേവർ പോയിട്ട് സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഭംഗിയൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിർബന്ധമല്ല. അവസാനമായിട്ട് കുറച്ച് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വാട്ടർമെലൺ ഡ്രിങ്കാണ് കേട്ടത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോസൊക്കെ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പ് കൂടെ ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.